ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാംവിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ മഹാകാരുണ്യം കൊണ്ട് ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിച്ചു വരുന്നു. തീർച്ചയായിട്ടും ഭഗവാന്റെ മഹാകാരുണ്യം തന്നെയാണ്. കഴിഞ്ഞൊരു വർഷത്തിനും മുകളിലായി നമ്മൾ ശ്രീമദ് ഭാഗവതം ഈ ഒരു സത്സംഗം കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ 2024 നാളെ അവസാനിക്കുന്നു. പുതിയൊരു വർഷം തുടങ്ങുവാൻ പോകുന്നു, 2025. സോ നമ്മളെല്ലാവരും ഭഗവാനോടും ഗുരുജനങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ ഭക്തരുടെ കൂടെ ഇരിക്കാനുള്ള ഒരു അവസരം നമുക്ക് തരുന്നതിനും ഭഗവത് ലീലകൾ ചർച്ച ചെയ്യാൻ വേണ്ടിയും അതേപോലെ തന്നെ ശാസ്ത്രങ്ങൾ പഠിക്കുവാനൊക്കെയുള്ള അവസരം ഭഗവാൻ തരുന്നത് തീർച്ചയായിട്ടും ഇത് ആർക്കും അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്. അതുകൊണ്ടാണ് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നത്, വീണ്ടും കിട്ടുന്നത്. തടസ്സമില്ലാതെ മുടങ്ങാതെ അതിന് സാധിക്കുന്നത് ഭഗവാന്റെ മഹാകാരുണ്യമാണ്. ഭഗവാന്റെ കാരുണ്യം എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ യഥാമാം പ്രപത്യന്തേ താം തഥൈവ ഭജാമ്യഹം. നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ അപ്രോച്ച് ചെയ്യുന്നത് അതേപോലെയാണ് അദ്ദേഹത്തിൻ്റെ റെസിപ്രോക്കേഷൻ. സോ നമ്മൾ ഓരോരുത്തരും കൂടുതൽ ഭാഗവതം പഠിക്കുവാനും ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനും മനസ്സിലാക്കുവാനും കൂടുതൽ നാമം ജപിക്കുവാനും ഭക്തിയുത സേവനങ്ങളിൽ മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുമ്പോൾ, അങ്ങനെയുള്ള ആധ്യാത്മിക ആത്മീയ തലത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മൾ വളർത്തിക്കൊണ്ടിരുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ അത് കേൾക്കാതിരിക്കില്ല. ആ ആഗ്രഹങ്ങളൊക്കെ തീർച്ചയായിട്ടും സാധിപ്പിച്ചു തരും, അതിനൊരു സംശയവുമില്ല. ഭഗവാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ
ദിശയിലേക്ക് തിരിയാൻ വേണ്ടി, അദ്ദേഹത്തെ നോക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അങ്ങനെ അപ്പോൾ തിരിയുകയാണെങ്കിൽ എത്ര സന്തോഷം ഉണ്ടാവും ഭഗവാൻ. നമ്മളങ്ങോട്ട് തിരിയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം ഉണ്ടാവും. അത് മാത്രമല്ല, അങ്ങനെ നമ്മൾ അവിടെ ഭഗവാന്റെ അടുത്തോട്ട് തിരിഞ്ഞ് പിന്നീട് കൂടുതൽ ഭക്തി സേവനങ്ങൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര അധികം സന്തോഷം ഉണ്ടാവും അല്ലേ? അതായത് ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകൻ അല്ലെങ്കിൽ മകളുണ്ടെങ്കിൽ അവർ വളരെ അനുസരണയോട് കൂടിയിട്ട്, വളരെ സ്നേഹത്തോടു കൂടിയിട്ട് അച്ഛനോടും അമ്മയോടും പെരുമാറുന്ന സമയത്ത് എത്ര സന്തോഷം ഉണ്ടാവും അച്ഛനും അമ്മയ്ക്കും. അങ്ങനെ സന്തോഷമുള്ള സമയത്ത് കുട്ടികൾ എന്തു ചോദിച്ചാലും അച്ഛനും അമ്മയും സാധിപ്പിച്ചു കൊടുക്കുന്നു അല്ലേ? അതേപോലെ നമ്മൾ ആ അച്ഛനോട്, പരമദിവ്യത്വം പുരുഷനായിട്ടുള്ള അച്ഛൻ, നമ്മുടെ എല്ലാവരുടെയും അച്ഛൻ ഒന്നാണ്. ഇപ്പോഴത്തെ അച്ഛനും അമ്മയും അല്ല, പരമദിവ്യത്വം പുരുഷൻ ജഗത്തിൻ്റെ മുഴുവനും പിതാവാണ് ഭഗവാൻ കൃഷ്ണൻ. നമ്മുടെ എല്ലാവരുടെയും അച്ഛൻ ഒന്നാണ്. അപ്പോൾ ആ ഭഗവാനോട്, അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുമ്പോൾ, ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര സന്തോഷത്തോടു കൂടി ആ ആഗ്രഹം സാധിപ്പിച്ചു തരും. അതിനൊരു സംശയവുമില്ല. അങ്ങോട്ട് തിരിഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. ഭഗവാൻ അത്രയേ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഒരു സ്റ്റെപ്പ് എൻ്റെ അടുത്തോട്ട് വെക്കൂ, ഞാൻ അങ്ങോട്ട് 10 സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതാണ് ഭഗവാന്റെ അപ്രോച്ച്. സോ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും ഓർക്കുക, നമ്മുടെ ഗുരുജനങ്ങളെ ഓർക്കുക. ഭക്തിയിൽ നമ്മളെ മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കുന്ന ഓരോരുത്തരെയും നമ്മൾ ഓർത്തുകൊണ്ട്, അവരെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് ആർക്കും തനിയെ ചെയ്യാൻ പറ്റുന്നതല്ല ഈ ആധ്യാത്മിക പാത എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ആളുകളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ എപ്പോഴും പറയും. കൂട്ടത്തിൽ നമ്മളെ വളർത്തി വലുതാക്കിയിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും അതിൽ പങ്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ആധ്യാത്മിക തലത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. എന്നാലും നമുക്ക് വേണ്ട രീതിയിൽ ഈ ഒരു ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പഠനം, അത് അവിദ്യയാണെന്ന് ശാസ്ത്രങ്ങൾ പറയും. പക്ഷേ എന്നാലും എന്ത് വിദ്യയാണെങ്കിലും ആ വിദ്യ നമ്മളെ പഠിപ്പിച്ചു തന്നു. കാര്യം ആ വിദ്യയും ആവശ്യമാണ് നമുക്കിവിടെ ജീവിക്കാൻ വേണ്ടി അല്ലേ? അപ്പോൾ അതിനും നമുക്ക് വായിക്കാനുള്ള പഠിപ്പിച്ചു തന്നത് ആരാണ്? ടീച്ചേഴ്സാണ്. പഠിക്കുന്ന സമയത്ത് പല ഹിസ്റ്ററിയും പല വേറെ ഭഗവാനുമായിട്ട് സംബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ അന്ന് വായിക്കാൻ പഠിച്ചു. നമ്മൾ മലയാളം വായിക്കാൻ പഠിക്കുന്നു, ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കുന്നു. ആ ലാംഗ്വേജ് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ശാസ്ത്രങ്ങൾ വായിക്കുന്നത്. അപ്പോൾ അവരന്നത് പഠിപ്പിച്ചില്ലെങ്കിൽ, ABCD പഠിപ്പിച്ചില്ലെങ്കിൽ, ഊ പഠിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ഇന്നിങ്ങനെ ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. സോ അതുകൊണ്ട് ഓരോരുത്തർക്കും, ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാം. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞൊരു വർഷം മാത്രമല്ല, കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ സംഭവിച്ചത് എന്തൊക്കെയെന്ന് നമുക്ക് ഓർക്കാം. അതേപോലെ തന്നെ ഓരോരുത്തരോടും നമുക്ക് നന്ദി ചോദിക്കാം. ഭഗവാനോട് ആദ്യം നന്ദി ചോദിക്കുന്നു. പിന്നീട് നമ്മുടെ അച്ഛനും അമ്മയും ഒരുപാട് സഹായിക്കുന്നു. നമ്മുടെ ഗുരുനാഥർ സ്കൂളിലും കോളേജിലെ ആധ്യാത്മിക പഠനത്തിനുള്ള ഗുരുനാഥനല്ലെങ്കിലും അവർ നമ്മളെ സഹായിച്ചു. അവരന്ന് പഠിപ്പിച്ചതുകൊണ്ട് നമുക്കിന്ന് വായിക്കാൻ സാധിക്കുന്നു. അവരെ നമുക്ക് ഓർക്കാം, നന്ദി പറയാം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഭക്തിയുടെ പാതയിൽ നയിക്കുന്നവർ അല്ലെങ്കിൽ സഹായിക്കുന്നവർ, ഗുരുനാഥക്കന്മാർ, ഗുരുവാവട്ടെ, ശ്രീ ഗുരുവാവട്ടെ, ദീക്ഷാ ഗുരുവാവട്ടെ, ശിക്ഷാ ഗുരുവാവട്ടെ, നമ്മുടെ മെൻറ്ററാവട്ടെ, നമ്മുടെ ഗൈഡാവട്ടെ, എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. അവരെല്ലാവരെയും നമുക്ക് ഓർക്കാം. അവരെല്ലാവരും നമ്മളെ സഹായിക്കുന്നു. അവരുടെ മഹാകാരുണ്യം കൊണ്ടും അവർ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സമയം കണ്ടെത്തി നമ്മളെ ഈ ഒരു പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ ഒരു
റോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലുതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ. കാര്യം നമ്മൾ ജീവിതം എന്താണെന്ന് അറിയാതെ, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാതെ സമയം പാഴാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ജന്മങ്ങൾ നമ്മൾ പാഴാക്കി. ഇനി ഇതാ വീണ്ടും പുതിയൊരു മനുഷ്യജന്മം കിട്ടി നമ്മളിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് പഴയ പോലെ ജീവിതം പാഴാക്കാതെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി തന്ന് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിപ്പിച്ചു തരുന്ന ആ ആധ്യാത്മിക ഗുരുക്കൾ, അവരുടെ പങ്ക്, ശ്രീല പ്രഭുപാദി ആവട്ടെ, മറ്റുള്ള ഗുരുജനങ്ങളാവട്ടെ, എല്ലാവരും തന്നെ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ സുഹൃത്തുക്കളെന്ന് ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ സർക്കിളിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും, ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ വെൽവിഷേഴ്സ്, നമ്മുടെ സത്സംഗത്തിലുള്ള മറ്റുള്ള ഭക്തരെല്ലാവരും, അവരെല്ലാവരുടെയും സഹായവും നമുക്കുണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥന നമുക്കുണ്ട്. എന്തെങ്കിലും ആവശ്യ സമയം വരുമ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നാമം ജപിക്കുന്നു. നമ്മുടെ ആവശ്യം മാത്രമല്ല, വീട്ടിലെ ആളുകൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആധ്യാത്മിക പാതയിൽ എന്തെങ്കിലും ഒരു തളർച്ച വരുന്ന സമയത്ത് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി അവരെല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. ആധ്യാത്മികമാവട്ടെ ഭൗതികമായിട്ടുള്ള കാര്യമാവട്ടെ, എന്താണെങ്കിലും ഏതൊരാവശ്യത്തിനും ഭക്തർ കൂടെയുണ്ട്. സോ അവരോടും തീർച്ചയായിട്ടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്, കാര്യം നമ്മളൊന്നും തന്നെ സ്വന്തമായിട്ട് തനിയെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ഈ ലോകത്ത് നടക്കാൻ പോകുന്നില്ല തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ എന്തിനെങ്കിലും അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കണം, നമ്മുടെ കഴിവ് കൊണ്ട് മാത്രമല്ല ഒന്നും നടക്കുന്നത്. നമ്മുടെ കഴിവ് ശരിക്കും പറയുകയാണെങ്കിൽ അധികം പ്രാധാന്യമില്ല, മറ്റുള്ള ഫാക്ടേഴ്സാണ് കൂടുതലും. അതിലേറ്റവും കൂടുതൽ ഭഗവാന്റെയും ഗുരുവിൻ്റെയും കാരുണ്യം. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് വ്യക്തികളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് ഈ വർഷത്തിൽ നല്ലതൊരുപാട് സംഭവിച്ചിട്ടുണ്ടാവും. നല്ല കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത് ആധ്യാത്മിക തലത്തിൽ നല്ല പുരോഗതി വന്നിട്ടുണ്ടാവാം. ചിലവർക്ക് വിചാരിച്ചത്ര നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പ്രതീക്ഷ കൂടുതലുണ്ടായിട്ടുണ്ടാവും. പക്ഷെ കൂടുതൽ നമുക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട്, വീട്ടിലെ സാഹചര്യവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് സാധിക്കാതെ പോയിട്ടുണ്ടാവും. അപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ ഈ ഒരു 2024 നമുക്ക് ഭഗവാന്റെ സേവനങ്ങളിൽ ഉപയോഗിക്കാൻ സാധിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മഹാസൗഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഭഗവാനോട് നന്ദി പറയണം. അതേപോലെ തന്നെ അത് ഭഗവാന്റെ കാരുണ്യമാണ്. ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ, നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതും ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്. കാരണം കൂടുതൽ ഉത്സാഹത്തോടു കൂടിയിട്ട്, കൂടുതൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഭക്തി സേവനങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ചില സമയങ്ങളിൽ നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഭഗവാൻ. ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചും കൂടെ ഉത്സാഹം വേണം, കുറച്ചും കൂടെ ശ്രദ്ധ വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അതും ഭഗവാന്റെ കാരുണ്യമാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഭഗവാന്റെ കാരുണ്യം മാത്രം. അപ്പോൾ എന്താണെങ്കിലും 2025 നല്ലൊരു വർഷമാവട്ടെ നമുക്കെല്ലാവർക്കും. എല്ലാ രീതിയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആധ്യാത്മിക തലത്തിൽ തന്നെ നമുക്ക് എടുത്തു പറയാം. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ആരോഗ്യവും നോക്കേണ്ടതുണ്ട്. ഹെൽത്തും ആവശ്യമാണ്. കാര്യം ഹെൽത്ത് ഇല്ലെങ്കിൽ, ഈ ഒരു കാറില്ലെങ്കിൽ, ഈ ഒരു വാഹനം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യും? ആരോഗ്യം നല്ലതല്ലെങ്കിൽ ഇവിടെ സത്സംഗത്തിലിരുന്ന് ഭാഗവതം ചർച്ച ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമോ? സാധിക്കില്ല. പറയുവാനും സാധിക്കില്ല, കേൾക്കുവാനും സാധിക്കില്ല. പലവർക്കും നമുക്കറിയാം, പനി വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും അന്നത്തെ ദിവസം സത്സംഗം കേൾക്കാൻ പറ്റില്ല, നാമം ശരിക്ക് ജപിക്കാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങളാണ്.
ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഭാഗവതം അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആളുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. പനിയും വയ്യായും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും. അപ്പോൾ ഹെൽത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതായത് വേണ്ട രീതിയിലുള്ള വ്യായാമം പറ്റുന്ന രീതിയിൽ കൊടുക്കുക. നല്ല സ്വാദ് മാത്രമല്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നമ്മൾ നോക്കുക. തീർച്ചയായിട്ടും ഭഗവാന്റെ പ്രസാദം, എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഇതെല്ലാം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസൊക്കെ കുറച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇനി വരുന്ന വർഷങ്ങളിൽ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലം വളരെ ഭംഗിയായിട്ട് ആത്മാർത്ഥതയോടുകൂടി കൂടുതൽ കാലം നമുക്ക് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുവാനും കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനും കൂടുതൽ ഭാഗവതം പഠിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതും നമ്മൾ ഓർത്തുകൊണ്ട് മനസ്സിൽ ഈ ഒരു കാര്യം കൂടെ ഓർമ്മ വേണം. അതേപോലെ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. നല്ലൊരു വർഷം വരുവാൻ വേണ്ടി കൂടുതൽ ഭഗവാന്റെ അടുത്തേക്ക് നീങ്ങാനുള്ള അവസരങ്ങൾ തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും അതെല്ലാം ഭഗവാന്റെ കാരുണ്യമായി കണക്കാക്കുവാൻ, മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മനോഭാവം ഭഗവാനോട്, ആ മനോഭാവം കിട്ടാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാം. കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മുടെ സന്തോഷം വരുന്നത് പലപ്പോഴും ഭൗതിക തലത്തിലുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നു. എന്നാൽ അതേപോലെ തന്നെ എന്തെങ്കിലും ഭൗതിക തലത്തിൽ, ആത്മീയ തലത്തിലല്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ തകർന്നു പോകുന്നു. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും നമ്മൾ ഭഗവാന്റെ ആ കൈകൾ, പുറകിലുള്ള കൈകൾ നമ്മൾ ഓർക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ആ ഒരു സാഹചര്യത്തെ നോക്കി കാണുന്നു, അല്ലെങ്കിൽ ആരാണോ അതിൻ്റെ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത് അവരെ നമ്മൾ ശത്രുവായി കാണുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ അറിയാതെയല്ല നടക്കുന്നത്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. എന്താണെങ്കിലും നല്ലതാവട്ടെ ചീത്തയാവട്ടെ, തീർച്ചയായിട്ടും ഭഗവാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഭഗവാന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എല്ലാത്തിൻ്റെ പുറകിലും ഭഗവാന്റെ കൈകളുണ്ട് എന്നുള്ളത്. അത് നല്ലത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെഫിനിഷൻ്റെ കുഴപ്പമാണ്. നമ്മൾ പലപ്പോഴും നല്ലത് എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതിക തലത്തിൽ കാര്യങ്ങൾ നന്നായി പോകുമ്പോൾ, ഒരുപാട് പൈസ വരുമ്പോൾ, ആരോഗ്യം നന്നായിട്ടിരിക്കുമ്പോൾ, വീട്ടിലെല്ലാവർക്കും സമാധാനമുള്ളപ്പോൾ, സമാധാനം ബേസിക്കലി പൈസ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ആരോഗ്യം നന്നായിട്ടിരിക്കുമ്പോഴും നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമ്പോഴുമാണ് വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ അതാണ് എല്ലാം എന്ന് വിചാരിക്കുമ്പോഴാണ് തെറ്റ്. പക്ഷേ ആക്ച്വലി പറയുകയാണെങ്കിൽ അതാണോ ശരിക്കുള്ള സന്തോഷം, ശരിക്കുള്ള ആനന്ദം? അല്ല. തീർച്ചയായിട്ടും ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് ശരിയായിട്ടുള്ള ആനന്ദം. പക്ഷെ അത് മനസ്സിലാക്കാതെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു സന്തോഷത്തെ വേറെ രീതിയിൽ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, എന്ത് വേണമെങ്കിൽ സംഭവിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നാളെ, അതിലൊന്നും നമ്മൾ കൂടുതൽ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ആ കാര്യം വരാനുള്ളത് തീർച്ചയായിട്ടും വരും. അത് തീർച്ചയായിട്ടും വരും. ഭഗവാന്റെ അറിവ് കൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കാണണം ഭഗവാന്റെ കൈകൾ, അതിൻ്റെ പുറകിൽ, എല്ലാത്തിൻ്റെ പുറകിലും അങ്ങനെ അതിനൊരു റീസൺ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഒരു പക്ഷേ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കാര്യങ്ങളായിരിക്കാം നമുക്കിപ്പോൾ റിയാക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്, നമ്മളെ കൂടുതൽ ശുദ്ധീകരിക്കാൻ വേണ്ടി പല സാഹചര്യങ്ങളും ഭഗവാൻ ജീവിതത്തിൽ തരും. അപ്പോൾ ഇതെല്ലാം ഒരു പോസിറ്റീവ് രീതിയിൽ എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇതാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ഭക്തിയിൽ മെച്യൂരിറ്റി ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം. ഏതൊരു സാഹചര്യത്തെയും നമ്മൾ ഭഗവാന്റെ കാരുണ്യമായിട്ട് നോക്കിക്കാണാൻ പറ്റുന്ന ആ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ്, അതാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഒരു സിംറ്റം. അല്ലാതെ നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും കംപ്ലൈൻറ്റ് പറയുന്നു, മറ്റുള്ളവരെ കുറ്റം പറയുന്നു, അങ്ങനെ പറയുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പ്രഹ്ലാദ മഹാരാജിൻ്റെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഒരിക്കലും ഹിരണ്യകശിപുവിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരിക്കലും അദ്ദേഹത്തിന് അറിയാം അച്ഛൻ അസുരനാണ്, ദുഷ്ടനാണ്, വിഷ്ണുവിൻ്റെ എതിരായിട്ടുള്ള ആളാണ്. എന്നാലും അദ്ദേഹം
പ്രഹ്ലാദ് മഹാരാജ് ഒരിക്കലും അച്ഛനെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല ഒന്നും. അച്ഛനെ ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ അച്ഛനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ അദ്ദേഹം പെരുമാറിയിട്ടില്ല. അതേപോലെ തന്നെ എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളും ഹിരണ്യകശിപു പ്രഹ്ലാദിന് എതിരെ ചെയ്താലും, എന്തൊക്കെ മോശമായ സാഹചര്യങ്ങളിലൂടെ പ്രഹ്ലാദ് കടന്നു പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും പ്രഹ്ലാദ് അയ്യോ അയ്യോ ഇത് എന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നു, ഓ ഭഗവാനെ നീ കാണുന്നില്ലേ എനിക്ക് സംഭവിക്കുന്നതൊക്കെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാനിതൊക്കെ അനുഭവിക്കുന്നത് എന്ന് ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം അദ്ദേഹം ഭഗവാന്റെ മഹാകാരുണ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് പ്രഹ്ലാദിൻ്റെ പേര് ചരിത്രത്തിൽ വന്നിട്ടുള്ളത്, ഭാഗവതത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഭക്തൻ്റെ ഒരു അവസ്ഥ. ശരിയായിട്ടുള്ളൊരു ഡിവോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഏത് സാഹചര്യത്തിലും എന്തൊക്കെ സംഭവിച്ചാലും അവിടെയെല്ലാം ഭഗവാന്റെ കൈകൾ കാണുന്നു, ഭഗവാന്റെ കൈകൾ കാണുന്നു. അതുകൊണ്ട് പേടിക്കുന്നില്ല, പേടിയില്ല, ഒരു തരത്തിലും ഭയമില്ല. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാനുണ്ട്, ഭഗവാനുണ്ട് കൂടെ എന്നുള്ള ഒരു വിശ്വാസം. അതാണ് ശരണാഗതി. ഇതാണ് നമ്മൾ ഓരോരുത്തരും കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ നമ്മൾ ആചരിക്കേണ്ട അല്ലെങ്കിൽ പരിശീലിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു വർഷം 2024 സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി 2025 എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ, ഓർക്കുക ഭഗവാന്റെ കാരുണ്യം എപ്പോഴും ഉണ്ട് എന്നുള്ളതും, ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതും, എല്ലാം നമ്മുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സാഹചര്യത്തിലും ഓരോ നിമിഷത്തിലും ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ ഭക്തി സേവനങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ, ആ ഒരു ഭാവത്തിൽ സ്നേഹത്തോടു കൂടി നമ്മൾ ഭക്തി സേവനങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത വർഷം 2026 അല്ലെങ്കിൽ 2025 അവസാനം നമ്മൾ വീണ്ടും ഇതുപോലെ കാണുമ്പോൾ, ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും എത്രമാത്രം ജീവിതത്തിൽ അല്ലെങ്കിൽ എത്രമാത്രം വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ട് മുന്നത്തേക്കാൾ. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അല്ലാതെ ഒരു മെഷീൻ പോകുന്ന പോലെ ഇങ്ങനെ പോകുന്നതല്ല. ഇടയ്ക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം, എന്തൊക്കെ സംഭവിക്കുന്നു, ഇനി എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും, ജീവിതത്തെ നോക്കി കാണുന്ന രീതി എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും, എങ്ങനെ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും, എവിടെയാണ് എനിക്ക് പിഴവ് പറ്റുന്നത്, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റുന്നത്, എവിടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, സമയം കൂടുതൽ പാഴാക്കുന്നുണ്ടോ ആവശ്യമില്ലാതെ, പ്രജൽപ്പ പറഞ്ഞും മൊബൈലിൽ നോക്കിക്കൊണ്ടും ആവശ്യമില്ലാത്ത വീഡിയോസോ ടിവിയോ കണ്ടോ എങ്ങനെയെങ്കിലും സമയം കൂടുതൽ പാഴാക്കുന്നുണ്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എപ്പോഴും ഓർക്കണം. എന്നിട്ട് വേണ്ട ആക്ഷൻസ് നമ്മൾ എടുക്കണം, ചെയ്യാതിരിക്കാൻ വേണ്ടി. കൂടുതൽ കാര്യം നമുക്ക് സമയമില്ല, എപ്പോൾ വേണമെങ്കിലും ഈ ഒരു മെഷീൻ നിൽക്കാം. ഈ മെഷീൻ എപ്പോൾ വേണമെങ്കിലും നിന്നു പോവും. അതുകൊണ്ട് സമയമില്ല നമ്മുടെ കയ്യിൽ പാഴാക്കാൻ. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ പാഴാക്കാതെ അവ്യർത്ഥ കാലത്വം എന്ന് പറയുന്ന ആ ഒരു വളരെ പ്രധാനപ്പെട്ട തത്വം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. അവ്യർത്ഥ കാലത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയം പാഴാക്കാതിരിക്കുക എന്നുള്ളത്, സമയം പാഴാക്കാത്ത അവസ്ഥ. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച്, നല്ലൊരു ഭക്തനെ സംബന്ധിച്ച് അവർ സമയം വെറുതെ പാഴാക്കി കളയില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് സമയം കളയില്ല അവരൊരിക്കലും. അപ്പോൾ അത് അവർ വളരെയധികം ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ഓർക്കുക. ഇത് ഓർത്തുകൊണ്ട് ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഈ 2025 റെസൊല്യൂഷൻ. കൂടുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കൂടുതൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നോക്കുക. കാര്യം നമ്മൾ വിചാരിക്കും ഭാഗവതം കേൾക്കാനും അല്ലെങ്കിൽ
അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുറക്കുന്നത്. അത് തുറക്കും, ശരിയാണ്, അത് തുറന്നു, ഒരെണ്ണം തുറന്നു, വേറൊരെണ്ണം വന്നു, അങ്ങനെ പലപ്പോഴും നമുക്കറിയാത്തത് അല്ലെങ്കിൽ വിഷയം മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ശ്രദ്ധ പലയിടത്തും പോകുന്നു, കോൺഷ്യസ്നസ് മാറുന്നു. സോ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ 2025 ആ ഒരു തീരുമാനമെടുക്കുവാണെങ്കിൽ ആ അസത്സംഗം ത്യജിക്കാനാണ് ശീല റൂപ ഗോസ്വാമി പറയുന്നത്. സംഘത്യാഗോ സതോവൃത്തെ. സംഘത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ത്യജിക്കേണ്ട സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് മൊബൈലിലുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തും ഏറ്റവും വലിയ ശത്രുവും മൊബൈൽ ഫോൺ തന്നെയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും സുഹൃത്തും രണ്ടും ഒരേ സമയത്ത് ഒരേപോലെ അല്ലെങ്കിൽ ഒരേ സമയത്ത് ഈ രണ്ട് റോളുകളാണ് ഉള്ളത്. അതുകൊണ്ട് നല്ല വശം മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കണം, എന്നാൽ ആവശ്യത്തിന് മാത്രം എന്നുള്ള രീതിയിലാക്കിക്കൊണ്ട് അങ്ങനെ എന്തെങ്കിലും പറയുന്നത് ഇതൊരു ഉദാഹരണം മാത്രം. ചിലവർക്ക് ഇതായിരിക്കില്ല, സമയം പോകാനുള്ള വേറെ കാര്യം ഉണ്ടാവും, ടി വി കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുതെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതായിരിക്കാം. ഒന്നും ഉണ്ടാവില്ല പറയാൻ. പിന്നെന്താ 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 പിന്നൊന്നുമില്ല. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പിന്നെന്താ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്യും, പിന്നെന്താ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അരമണിക്കൂർ 3/4 മണിക്കൂർ. വല്ല കാര്യമുണ്ടോ? എന്നിട്ട് എന്താണ് റിസൾട്ട്? ആകെ ചർച്ച ചെയ്തത് വളരെ എന്തെങ്കിലും ചെറിയ 2 കാര്യങ്ങളായിരിക്കും, മേ ബി ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ എന്താണെങ്കിലും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു. എന്തായാലും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ഇവിടെയുള്ള സത്സംഗത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു വർഷമായിരിക്കട്ടെ 2025. എല്ലാവർക്കും തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടും മറ്റുള്ള എല്ലാ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു 2025 ആവട്ടെ. കൂടുതലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്തിയിൽ വളരെ നല്ല രീതിയിൽ പ്രോഗ്രസ് ഉണ്ടാവട്ടെ ഇവിടെയുള്ള എല്ലാവർക്കും. ഞാനും ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി. അതുപോലെ എല്ലാവരും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം, രാമ രാമ ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം നമ്മൾ പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായം തുടങ്ങി 3 ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ? 4ാമത്തെ ശ്ലോകമാണ് ഇന്ന് അല്ലേ? ശരിയാണോ? അതെ പ്രഭു. പ്രഭു. ഓക്കെ, അപ്പോൾ 4ാമത്തെ ശ്ലോകം 4ഉം 5ഉം ഒരുമിച്ചാണ്, നമുക്ക് വായിക്കാം. തത്രോ പാണിതാ ബലയോ രവേർദീപം ഇവാദൃതാഃ ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യദാ പ്രീതി ഉത്ഫുല്ലമുഖാ പ്രോചുർ ഹർഷഗദ്ഗദയാ ഗിരാ പിതരം സർവസുഹൃദം അവിതാരം ഇവാർഭകാഃ. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രോപനീത ബലയോരവേർദീപമിവാദൃതാ ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യദാ പ്രീത്യുത്ഫുല്ലമുഖാ പ്രോചുർഹർഷഗദ്ഗദയാ ഗിരാ പിതരം സർവസുഹൃദമവിതാരമിവാർഭകാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രോപനീത ബലയോ രവേർദീപമിവാദ്യതാഃ ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യദാ പ്രീത്യുത്ഫുല്ലമുഖാ പ്രോചുർഹർഷഗദ്ഗദയാ ഗിരാ പിതരം സർവസുഹൃദവിതാരം അവിവർഭകാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രോപനീതബലയോ രവേർദീപമിവാദ്യതാഃ ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യദാ പ്രീതിർഫുല്ലമുഖാ പ്രോചുർഹർഷഗദ്ഗദയാ ഗിരാ
പിതരം സർവസുഹൃദ പിതാരമിർവർഭഗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രോപനീതബലയോ രാവദീപമേവാർത്താഃ ആത്മാരാമം പൂർണ്ണകാമം ജലാപേന നിത്യദാ പൃഥ്വിപുല്ലമുഖാ ഭോജോർഹർഷഗദ്ഗദയാധിരാ പിതരം സർവസുഖ്യദവിദാരമേവർഭഗാഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ ഹരേ കൃഷ്ണ. വാസുദേവായ. ഹരേ കൃഷ്ണ. തത്രോപനീതബലയോ രാവേർദീപമിവാവൃതഃ ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യദാ പ്രത്യുദ്ഭുല്ലമുഖ പ്രോചുർഹർഷഗദ്ഗദയാ ഗിരാ പിതരം സർവസുഹൃദം അവിതാരമിവാർഭഗാഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. തത്രോപനീതബലയോരവേർദീപമിവാവൃതാഃ ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യദാ പ്രീത്യുത്ഫുല്ലമുഖാ പ്രോജുർഹർഷഗദ്ഗദയാ ഗിര പിതരം സർവസുഹൃദം അവിതാരമിവ വർഹക. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തത്രോപനീതബലയോ രാവേർദീപമിവാധൃതാഃ ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യദാ പ്രീത്യുത്ഫുല്ലമുഖാ പ്രോചുർഹർഷഗദ്ഗദയാ ഗിരാ പിതരം സർവസുഹൃദം അഭിതാരമിവർഭഗ. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ. യെസ്. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പൗരന്മാർ അവരവരുടെ ഉപഹാരങ്ങളുമായി ഭഗവാന് മുന്നിൽ ആഗതരായി. സ്വശക്തിയാൽ മറ്റുള്ളവർക്കെല്ലാം അവിരാമമായി പ്രദാനം ചെയ്യുന്ന പൂർണ്ണതൃപ്തനും സ്വയം പര്യാപ്തനുമായ അദ്ദേഹത്തിന് അവയെല്ലാം അവർ സമർപ്പിച്ചു. ഈ ഉപഹാരങ്ങളെല്ലാം സൂര്യനെ ആരാധിക്കുമ്പോൾ അർപ്പിക്കുന്ന ദീപം പോലെയായിരുന്നു. എന്നിരുന്നാലും കുട്ടികൾ തങ്ങളുടെ രക്ഷിതാവിനെ, തങ്ങളുടെ പിതാവിനെ സ്വീകരിക്കുന്നത് പോലെ പൗരന്മാർ ഭഗവാനെ സ്വാഗതം ചെയ്യാനായി ഹർഷോന്മത്തമായ മൊഴികളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഭാവാർത്ഥം. പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ ആത്മാരാമൻ എന്ന് ഇതിൽ വിവരിച്ചിരിക്കുന്നു. അദ്ദേഹം സ്വയം പര്യാപ്തനാകയാൽ തനിക്കുപരിയായി യാതൊന്നിൽ നിന്നും അദ്ദേഹത്തിന് ആനന്ദം കണ്ടെത്തേണ്ടതായിട്ടില്ല. അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ അസ്തിത്വം തന്നെ സമ്പൂർണ്ണ പരമാനന്ദമാകുന്നു. തന്നിമിത്തം അദ്ദേഹം സ്വയം പര്യാപ്തനാകുന്നു. അദ്ദേഹം നിത്യമായ അസ്തിത്വമുള്ളവനും പൂർണ്ണാഭിജ്ഞനും പരമാനന്ദ പൂർണ്ണനുമാകുന്നു. ആകയാൽ ഏത് ഉപഹാരവും എത്ര തന്നെ വിലപിടിപ്പുള്ളതായാലും അദ്ദേഹത്തിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും അദ്ദേഹം ഏവരുടെയും അഭ്യുതകാംക്ഷിയാകയാൽ എല്ലാവരും ശുദ്ധഭക്തിയുടെ സേവനത്തിൽ സമർപ്പിക്കുന്ന എല്ലാറ്റിനെയും അദ്ദേഹം സ്വീകരിക്കുന്നു. ആ വസ്തുക്കളൊക്കെ അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്ന് ഇതിനർത്ഥമില്ല. എന്തെന്നാൽ അതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ശക്തിയിൽ നിന്നും ഉദ്ഭവിച്ചവയാകുന്നു. ഇവിടെ ഭഗവാന് കാഴ്ചദ്രവ്യങ്ങൾ സമ്മാനിക്കുന്നത് സൂര്യദേവന്റെ ആരാധനയിൽ ദീപം അർപ്പിക്കുന്നതിന് സമാനമായി ഉപമിച്ചിരിക്കുന്നു. ജ്വലിക്കുന്നതും പ്രകാശിക്കുന്നതുമായതെന്തും സൂര്യന്റെ ശക്തിയുടെ ഒരു പ്രസരണമാകുന്നു. അങ്ങനെയാണെന്നിരിക്കലും സൂര്യദേവനെ ആരാധിക്കുവാൻ അദ്ദേഹത്തിന് ആവശ്യമാണ്. സൂര്യാരാധനയിൽ ആരാധകൻ ഏതെങ്കിലും വിധത്തിലുള്ള ഫലം ആവശ്യപ്പെടുന്നു. എന്നാൽ ഭഗവത് ഭക്തിയുടെ സേവനത്തിൽ ഇരുപക്ഷത്തു നിന്നും എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിന്റെ ചോദ്യമേ ഉദിക്കുന്നില്ല. അതെല്ലാം തന്നെ ഭഗവാനും ഭക്തനും തമ്മിലുള്ള പരിശുദ്ധ പ്രേമത്തിന്റെയും സ്നേഹത്തിന്റെയും ലക്ഷണമാകുന്നു. ഭഗവാനാണ് സർവ്വ ജീവാത്മാക്കളുടെയും പരമപിതാവ്. ആകയാൽ ഭഗവാനുമായുള്ള ഈ ജീവാധാരമായ ബന്ധത്തെക്കുറിച്ച് ബോധവാന്മാരായവർക്ക് പിതാവിൽ നിന്നും പുത്രോചിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കാം. പിതാവകട്ടെ അത്തരം അനുസരണാശീലരായ പുത്രന്മാരുടെ ആവശ്യങ്ങളെ യാതൊരു വിലപേശലുമില്ലാതെ നിറവേറ്റുന്നതിൽ സന്തുഷ്ടനുമാണ്. ഭഗവാൻ കൽപ്പവൃക്ഷത്തെ പോലെയാണ്. അദ്ദേഹത്തിന്റെ ഹൈതുകമായ കാരുണ്യത്താൽ ഏവർക്കും എല്ലാം അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുന്നു. എങ്കിലും പരമപിതാവെന്ന നിലയിൽ ഭക്തിയുത സേവന നിർവഹണത്തിന് പ്രതിബന്ധമാണെന്ന് നിരൂപിച്ചിരിക്കുന്നവയൊന്നും ഒരു ശുദ്ധ ഭക്തന് ഭഗവാൻ പ്രദാനം ചെയ്യുന്നില്ല. ഭഗവത് ഭക്തിയുത സേവനത്തിൽ നിരതരായവർക്ക് അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ആകർഷണത്താൽ കലർപ്പറ്റ ഭക്തിയുത സേവനത്തിന്റെ നിരയിലേക്ക് ഉയരാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു,
ദ്വാരകയിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ദ്വാരകാവാസികൾ ഭഗവാനെ കാത്തിരിക്കുമായിരുന്നു. ഒരുപാട് മാസങ്ങളായിട്ട് ഭഗവാനെ പിരിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ തിരിച്ച് ഭഗവാൻ വന്ന സമയത്ത് ഒരുപാട് സന്തോഷം അവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അല്ലേ, തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവും. നമ്മളിതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നു. ഇവിടെ അങ്ങനെ ഭഗവാനെ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു. അതായത് ഭഗവാൻ ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഒരുപാട് ഗിഫ്റ്റുകളെല്ലാം കൊടുത്തുകൊണ്ട് ഭഗവാനെ സ്വീകരിക്കുന്നു, ഭഗവാനെ വെൽക്കം ചെയ്യുന്നു. ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു, ആത്മാരാമനായിട്ടുള്ള ഭഗവാന് ഈ അയോധ്യവാസികൾ അയോധ്യയല്ല, ദ്വാരകാവാസികൾ, ഹരേ കൃഷ്ണ, ദ്വാരകാവാസികൾ ഭഗവാന് പ്രസൻറ്റേഷൻ കൊടുക്കുവാണ്. ഭഗവാന് ആത്മാരാമൻ എന്ന് വിളിക്കും. ആത്മാരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒന്നിൻ്റെയും ആവശ്യമില്ല. എന്നാലും ഇവർ ഭഗവാന് സന്തോഷത്തും കൊണ്ട്, ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് ഓരോ സമ്മാനങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഇതിനെ ഇവിടെ ഉപമിക്കുന്നത് ശ്ലോകത്തിൽ സൂര്യദേവന് നമ്മൾ ദീപം കൊടുക്കുന്ന പോലെയാണ്. സൂര്യദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെളിച്ചവും വരുന്നത് സൂര്യനിൽ നിന്നാണ് അല്ലേ. ആ സൂര്യന് നമ്മൾ തിരിച്ച് ഒരു വിളക്ക് കൊടുക്കുന്ന പോലെയാണ്. കാര്യം ഇതെല്ലാം, ഈ കാണുന്നതെല്ലാം ഭഗവാന്റേതാണ്. അപ്പോൾ ഭഗവാന് എന്ത് ഗിഫ്റ്റ് കൊടുത്താലാണ് അത് പൂർണ്ണമാവുന്നത്? കാര്യം എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ ഗംഗാനദിയിൽ പോയി നമ്മൾ കുളിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും ചിലവരിങ്ങനെ കുറച്ച് വെള്ളമെടുത്തിട്ട് സമർപ്പിക്കുന്നത്. വെള്ളമെടുത്ത് എവിടെയാണ് സമർപ്പിക്കുന്നത്? ഗംഗയിൽ തന്നെയാണ് സമർപ്പിക്കുന്നത്. അതേപോലെയാണ് ഭഗവാന്റെ ഇതാണ് എല്ലാം കാണുന്നതെല്ലാം. അങ്ങനെ അതെല്ലാം നമ്മൾ തിരിച്ച് ഭഗവാന് കൊടുക്കുന്നു. അപ്പോൾ ശരിക്കും ഭഗവാൻ നമ്മുടെ ആ ഒരു ഗിഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതല്ല. ശരിക്കും ആക്ച്വലി പറയുകയാണെങ്കിൽ അല്ലേ, നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ കാരുണ്യത്തിനും അല്ലെങ്കിൽ ഭഗവാൻ തരുന്ന ഫെസിലിറ്റീസിനും ഡിപ്പെൻഡ് ആവുന്നു. അല്ലെങ്കിൽ നമ്മൾ വേറെ ആളുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയുണ്ട് ജീവിച്ചു പോകാൻ അല്ലേ. ജോലി ചെയ്യുന്നവർ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ബോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നമുക്ക് ശമ്പളം വേണം, പൈസ കിട്ടണം. അപ്പോൾ അതൊക്കെ ഫാക്ടേഴ്സാണ് അല്ലേ. നമുക്കൊരുപാട് ഡിപ്പെൻഡൻസി ഉണ്ട് പലവരിലും. എന്നാൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ സ്വരാട്ട്, അദ്ദേഹം ആത്മാരാമനാണ്. അദ്ദേഹം പൂർണ്ണമായിട്ടും സ്വതന്ത്രനാണ്, പൂർണ്ണമായിട്ടും അദ്ദേഹം സാറ്റിസ്ഫൈഡ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല. കാര്യം എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. അതുകൊണ്ട് എന്നാലും നമുക്കറിയാം ഇവിടെ നമ്മൾ കാണുന്നു ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ പല പല സമ്മാനങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ ഈവൻ ഭഗവത്ഗീതയിൽ പറയുന്നത് നമുക്കറിയാം, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയെ പ്രയച്ഛതി. ഇപ്പോൾ ഭഗവാന് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു പുഷ്പമോ അതിൻ്റെ ആവശ്യം ഉണ്ടോ വലുതും? അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് അത്. അതിൻ്റെ ആവശ്യമില്ല. വലിയ സാധനങ്ങളുടെ കാര്യം വേറെ ആവശ്യമേ ഇല്ല. ചെറിയ സാധനങ്ങളുടെയും വലിയ സാധനങ്ങളുടെയും ഒന്നിൻ്റെയും ആവശ്യം വരുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു, ഏറ്റവും നിസ്സാരമായിട്ടുള്ള പത്രം, പുഷ്പം, ഫലം, തോയം ആണെങ്കിൽ പോലും നിങ്ങളത് ഭക്തിയോടുകൂടി എനിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ഞാനത് 2 കൈയും നീട്ടി സ്വീകരിക്കും എന്ന് ഭഗവാൻ പറയുന്നു. അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷേ ആ കൊടുക്കുന്ന ആൾക്കാണ് അതിൻ്റെ ഗുണം വരുന്നത്. സ്നേഹത്തോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ സമർപ്പിക്കുമ്പോൾ ആരുടെ ശുദ്ധീകരണമാണ് നടക്കുന്നത്? കൊടുക്കുന്ന ആളുടെ. ഭഗവാൻ അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. പക്ഷേ ഇതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്കല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അല്ലാതെ ഒരു ഭാഗത്തേക്കുള്ളതിനെ പ്രേമം സ്നേഹം എന്ന് വിളിക്കാൻ സാധിക്കില്ല. അവിടുന്നും ഇവിടുന്നും ഒരേപോലെ ഉണ്ടാവണം. അപ്പോൾ ഭക്തൻ ഭഗവാനെ സ്നേഹിക്കുന്നു. ആ സ്നേഹമുള്ളത് കൊണ്ട് ഭഗവാന്റേത് തന്നേതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഭഗവാന് വേണ്ടി കൊടുക്കുന്നു, ഭഗവാന് സമർപ്പിക്കുന്നു. ഭഗവാൻ അത് സ്വീകരിക്കുന്നു സന്തോഷത്തോടു കൂടി. ഭഗവാൻ അത് സ്വീകരിക്കുന്നു, പല അനുഗ്രഹങ്ങളും നമുക്ക് തരുന്നു, ഭഗവാന്റെ കാരുണ്യം നമുക്ക് തരുന്നു. സോ അങ്ങോട്ടും ഇങ്ങോട്ടും
റെസിപ്രൊക്കേഷനും ഉണ്ട്. ആ റെസിപ്രൊക്കേഷൻ ഉള്ളത് കൊണ്ടാണ് അതിനെയാണ് സ്നേഹം എന്ന് സ്നേഹബന്ധം എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ അതിനെ സ്നേഹമെന്ന് വിളിക്കാൻ സാധിക്കില്ല, വൺ സൈഡ് ആണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം ഇവിടെ ശിലപ്രഭാജി പറയുന്നു, ഭഗവാനും ഭക്തരും തമ്മിലുള്ള ആ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം അതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഭഗവാൻ സ്വീകരിക്കുന്നതും. എന്നാൽ ഭഗവാന്റെ ഭക്തർക്ക്, ശുദ്ധഭക്തർക്ക് ഒന്നും ആഗ്രഹിക്കുന്നില്ല ഭഗവാനിൽ നിന്ന്. ഭഗവാൻ എന്ത് കൊടുക്കുന്നോ അത് അവർ സ്വീകരിക്കും. അല്ലാതെ അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല ഒന്നും. എനിക്കത് വേണം, ഇത് വേണം. പ്രത്യേകിച്ചും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ആരും ഒന്നും ചോദിക്കുന്നില്ല, ചോദിക്കില്ല. കാര്യം അവർക്കറിയാം, ലക്ഷ്മിയെ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്മി പതി നമ്മുടെ സ്വന്തം ആളാണെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ? ലക്ഷ്മി പതി ഭഗവാനാണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ ലക്ഷ്മി ദേവിയെ ആരാധിക്കേണ്ട ആവശ്യം വരുന്നില്ല, ലക്ഷ്മി പതിയെ നമ്മൾ ആരാധിക്കുന്നു. അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാനോട് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരുപാട്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ രാജാവിനോട് പോയിട്ട് 1 രൂപ ചോദിക്കുന്നതിന് അവസ്ഥ ഒരു തുല്യമാണ്. ഭഗവാൻ അവിടെ ഇരിക്കുന്നു, ശുദ്ധഭക്തി തരാൻ വേണ്ടിയിട്ട് അദ്ദേഹം റെഡി ആയിട്ടിരിക്കുകയാണ്, കൃഷ്ണപ്രേമം തരുവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഏറ്റവും വലിയ നിധി. പക്ഷെ നമ്മൾ പോയി ചോദിക്കുന്ന തുച്ഛമായിട്ടുള്ള 1 രൂപ 2 രൂപ, അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നു. അപ്പം അതൊക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഭഗവാൻ വിചാരിക്കും ഞാൻ ഏറ്റവും വലിയ ഗിഫ്റ്റ് തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, പക്ഷെ നീ വന്ന് ചോദിക്കുന്നത് ഈ തുച്ഛമായിട്ടുള്ള കാര്യം, ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നാൽ ശരി, നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ നടക്കട്ടെ, എടുത്തോളൂ എന്ന് പറയും. അപ്പോൾ ഇവിടെ പറയുന്നു, അതുകൊണ്ട് ശിലപ്രഭാജി, ഭഗവാൻ കൽപ്പവൃക്ഷം പോലെയാണ്. ആരെന്ത് ആഗ്രഹിക്കുന്നു ഭഗവാനോട് പോയി ചോദിക്കുന്നു, ഭഗവാൻ അവർക്ക് കൊടുക്കുന്നു. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഭഗവാൻ എല്ലാവരുടെയും പിതാവായതുകൊണ്ട് സാധാരണ ആളുകൾ നോർമലി ചോദിക്കുന്നത് ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കും ഒരു പരിധി വരെ. എന്നാൽ ഭക്തർ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഭക്തി ജീവിതത്തിൽ തടസ്സമായി പോവുമെന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഭഗവാൻ കൊടുക്കില്ല, ഒരു പക്ഷേ അത് സാധിപ്പിച്ചു കൊടുക്കില്ല. അത് ഭഗവാന്റെ കാരുണ്യമാണ്. കാര്യം അത് നമുക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്തിയിൽ നിന്ന്, ഭഗവാനിൽ നിന്ന് അകന്നു പോവും എന്നുണ്ടെങ്കിൽ, ഭക്തിയുത സേവനങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കുമെന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് സാധിപ്പിച്ചു തരില്ല. അത് ഒരു നല്ല ഒരു രക്ഷിതാവിൻ്റെ, ഒരു അച്ഛൻ്റെ കടമയാണ്. മക്കൾക്ക് നല്ലത് വേണം, നല്ലത് വരാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയും ആഗ്രഹിക്കുള്ളൂ, അല്ലാതെ മോശം വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കില്ല. അതേപോലെയാണ് ഭഗവാൻ. കൂടുതൽ നമ്മൾ ഈ ഒരു ഭൗതിക ലോകത്തിൽ പെട്ടിരിക്കാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരെയും തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, ആ നിത്യധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ആനന്ദം മാത്രമുള്ള, കുണ്ഠമില്ലാത്ത ആ വൈകുണ്ഠത്തിലേക്ക്, ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും നമുക്ക് തരുന്നു. പക്ഷേ അത് വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഭഗവാൻ വേണ്ടത് മാത്രമേ നമുക്ക് ഭക്തിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തി തരുന്നു. എന്നാൽ അതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം സാധിപ്പിക്കാതെ വരും. അതുകൊണ്ട് പലപ്പോഴും കൃഷ്ണനെ, പലവരും പറയുന്ന കാര്യം ഇതാണ്, കൃഷ്ണനെ ഭജിക്കുന്ന ആളുകൾക്ക്, കൃഷ്ണഭക്തർക്കും വിഷ്ണു ഭക്തർക്കും അവർക്ക് ഭൗതിക തലത്തിൽ നോക്കുവാണെങ്കിൽ അവർക്ക് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ധനം ഉണ്ടാവില്ല, പൈസ കുറവായിരിക്കും, ദരിദ്രരായിരിക്കും. എന്നാൽ ശിവൻ്റെ ഭക്തർക്ക് ഒരുപാട് ധനവും പൈസയും ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊടുക്കുന്ന കാര്യമാണ് ഈ പറയുന്ന ധനം, പൈസ എന്നൊക്കെ പറയുന്നത്. ഭഗവാൻ അറിയാം ആർക്കത് കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട എന്നുള്ളത്. കൊടുത്തു കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ ഭക്തി സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഭഗവാൻ കൊടുക്കും, അതിന് തടസ്സം നിൽക്കില്ല. എന്നാൽ
കൊടുത്തു കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോവും, വഴി മാറിപ്പോകുമെന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാൻ അറിയാം നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ ആരാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഒരു പക്ഷേ കൊടുക്കാതിരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഭക്തൻ വിചാരിക്കും ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ല, ഭഗവാൻ അനുഗ്രഹിക്കുന്നില്ല, ഭഗവാന്റെ ശരിയായിട്ടുള്ള അനുഗ്രഹമാണ് അത് എന്ന് മനസ്സിലാക്കുന്നില്ല. കൂടുതൽ നമ്മളെ ഈ ഒരു ബോണ്ടേജിൽ കൊടുക്കാതെ ഈ ഒരു ബോണ്ടേജിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൂടുതൽ കൂടുതൽ ഭക്തി സേവനങ്ങൾ ചെയ്ത് ഭക്തിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ, സിറ്റുവേഷനാണ് ഭഗവാൻ നമുക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഈ ഒരു ശ്ലോകത്തിൽ. 6ാമത്തെ ശ്ലോകം. നാതസ്മതേ നാഥ സദാംഗ്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമമിച്ഛേഹതം പരം ന യത്ര കാല പ്രഭവേത് പരാ പ്രഭുഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നദാസ്മദേ നാഥ സദാംഗ്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമമിഹേച്ഛതാം പരം നയത്ര കാല പ്രഭവേൽ പരപ്രഭുഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നദസ്മദേ നാദ സദാം കൃപങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമമിഹേച്ഛതാം പരം നയത്ര കാല പ്രഭവേൽ പരാ പ്രഭുഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. നദാസ്മദേ നാദ സദാംഗ്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമമിഹേച്ഛതാം പരം നായത്ര കാല പ്രഭവേൽ പരാ പ്രഭുഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നദാസ്മതേ നാഥ സദാംഗ്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമമിഹേച്ഛതാം പരം നയത്ര കാല പ്രഭവേൽ പരപ്രഭുഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നദാസ്മദേ നാഥ സദാംഗ്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമമിഹേച്ഛതാം പരം നയത്ര കാല പ്രഭവേൽ പരപ്രഭുഃ. കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. നതാസ്മതേ നാഥ സദാംഗ്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമമിഹേച്ഛതാം പരം നയത്ര കാല പ്രഭവേത് പരപ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഹരേ കൃഷ്ണ പ്രഭു. നാദാസ്മദേ നദാസ്മദേ നാഥ സദാംഗ്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമമിഹേച്ഛതാം പരം നയത്ര കാല പ്രഭവേൽ പരപ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാഥാസ്മതേ നാഥ സദാംഗ്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമമിഹേച്ഛതാം പരം നയത്ര കാല പ്രഭവേത് പരപ്രഭുഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. വായിക്കട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തന ഭാവാർത്ഥം. ശ്രീലപ്രഭാതിക്ക് ജയ്. നഗരവാസികൾ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഭഗവാനെ, ബ്രഹ്മദേവനെ പോലുള്ള ദേവന്മാരും 4 കുമാരന്മാരും സ്വർഗാധിപതിയായ ഇന്ദ്രൻ പോലും അങ്ങയെ ആരാധിക്കുന്നു. ജീവിതത്തിന്റെ പരമമായ നേട്ടം ആത്മാർത്ഥമായി കാക്ഷിക്കുന്നവരുടെ പരമമായ ആശ്രയസ്ഥാനം അങ്ങാകുന്നു. പരമോന്നതനായ അതീന്ദ്രിയ ഭഗവാൻ അങ്ങാകുന്നു.
മാത്രവുമല്ല അനിവാര്യമായ കാലത്തിന് അങ്ങയുടെ മേൽ പ്രഭാവം ചെലുത്താൻ കഴിയുകയില്ല. ഭാവാർത്ഥം: ഭഗവത്ഗീതയിലും ബ്രഹ്മസംഹിതയിലും മറ്റ് വേദസാഹിത്യങ്ങളിലും സ്ഥിരീകരിച്ചിരിക്കുന്നതുപോലെ പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനാകുന്നു. അദ്ദേഹത്തിന് സമാനനായോ ഉപരിയായോ ആരും തന്നെ ഇല്ല എന്നതാണ് സർവ്വവേദ സാഹിത്യങ്ങളുടെയും നിർണയം. പരമപുരുഷനായ ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങളായ പരാശ്രിതരായ ജീവാത്മാക്കളുടെ മേൽ കാലദേശങ്ങൾ സ്വാധീനം ചെലുത്തുന്നു. ജീവസത്തകൾ പ്രബലമായ ബ്രഹ്മവും അതേസമയം പരമപുരുഷനായ ഭഗവാൻ പ്രബലനായ പരിപൂർണനും ആകുന്നു. ഈ സുവ്യക്തമായ പരമാർത്ഥത്തെ വിസ്മരിക്കുന്ന നിമിഷം തൽക്ഷണം നാം മായയ്ക്ക് അടിമപ്പെടുകയും ത്രിവിധ കേശങ്ങളിൽ അകപ്പെടുകയും ചെയ്യുന്നു. തിരിച്ചറിവുള്ള ജീവാത്മാക്കളുടെ ശുദ്ധ അവബോധമാണ് ഈശ്വരാവബോധം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ ദ്വാരകാവാസികൾ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനെ. ഇനിയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാം, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു, പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു ബഹുമാനം അവർ കാണിക്കുന്നു ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്. അവർ പ്രാർത്ഥിക്കുന്നു, അങ്ങ് ബ്രഹ്മദേവനും 4 കുമാരന്മാരും ഇന്ദ്രദേവനും മറ്റുള്ള എല്ലാ ദേവീദേവന്മാരും അങ്ങയെ ആരാധിക്കുന്നു. അപ്പം അങ്ങയുടെ, അതായത് ഭഗവാന്റെ സുപ്രീമസിയാണ് പറയുന്നത്. ഭഗവാന്റെ ആ ഒരു സ്ഥാനത്തെക്കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ ഇവർ സ്തുതിക്കുന്നത്. ഭഗവാനെ ആരാധിക്കുന്നത് ബ്രഹ്മദേവനും കുമാരന്മാരും ഇന്ദ്രദേവനും മറ്റുള്ള എല്ലാ ദേവീദേവന്മാരും, ഈവൻ മഹാദേവനും എല്ലാവരും ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അല്ലേ. അതുപോലെ തന്നെ പറയുന്നു, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പരായണം ക്ഷേമം ഇഹേചതം പരം. അവിടെ പറയുന്നു, അങ്ങേപ്പോലുള്ള, അതായത് അങ്ങയുടെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരായണം, സുപ്രീം, എല്ലാവരുടെയും പരമമായിട്ടുള്ള ആശ്രയമാണ് അങ്ങ്. നമ്മുടെ ആശ്രയം, പരമമായിട്ടുള്ള ആശ്രയമാണ്, എല്ലാവരുടെയും ആശ്രയമാണ് അങ്ങ്. അങ്ങനെ ആരാണോ പരമമായിട്ടുള്ള, അല്ലെങ്കിൽ ആരാണോ ജീവിതത്തിൽ പരമമായിട്ടുള്ള കാര്യം ആഗ്രഹിക്കുന്നത്, പരമമായിട്ടുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഭക്തി. ആരാണോ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീയ തലത്തിലുള്ള ആഗ്രഹങ്ങൾ ആർക്കാണോ ഉള്ളത്, അതെല്ലാം അങ്ങ് നടത്തി കൊടുക്കുന്നു. എല്ലാവരുടെയും ആശ്രയമാണ് അങ്ങ്. പിന്നെ അവർ പറയുന്നു, അങ്ങ് അതായത് കാലചക്രം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങേ ബാധിക്കുന്നില്ല. എങ്ങനെ ബാധിക്കാനാണ്? അഹം കാലോസ്മി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കാലചക്രം ഭഗവാൻ പറയുന്നുണ്ട്, എൻ്റെ അധ്യക്ഷതയിലാണ് ഇതെല്ലാം നടക്കുന്നത്. സർവചരാചരങ്ങളും കാലചക്രവും എല്ലാം നടക്കുന്നത് ഭഗവാന്റെ സൂപ്പർവിഷനിലാണ്. അങ്ങനെയുള്ള ആളുടെ മുകളിൽ എങ്ങനെ കാലചക്രം ഫലിക്കാനാണ്? അപ്പോൾ അതാണ് ഇവർ അങ്ങനെയൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ സ്തുതിക്കുന്നത്. ശീലപ്രഭാജി ഭാവാർത്ഥത്തിൽ അത് തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു. അപ്പോൾ ആരാണോ ഇത് മനസ്സിലാക്കുന്നത്, ഭഗവാന്റെ ആ ഒരു പൊസിഷൻ മനസ്സിലാക്കുന്നത്, അവർ ഭക്തി സേവനങ്ങൾ ചെയ്യുന്നു. ഇനി അത് ആരാണോ മനസ്സിലാക്കാത്തത്, ഈ ഒരു സത്യം ആരാണോ മറന്നു പോകുന്നത്, അങ്ങനെയുള്ളവർ ത്രിഗുണങ്ങളിൽ പെട്ട് ത്രിവിധ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ നമ്മൾ ഈ ലോകത്ത് കറങ്ങി പോകുന്നു. എന്നാൽ ആരാണോ ഇതെല്ലാം തിരിച്ചറിയുന്നത്, ഭഗവാന്റെ സ്ഥാനം, പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് എന്താണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യുന്നത്, ജീവിതത്തിൽ ഭക്തി സേവനങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ ചെയ്ത് നമ്മൾ ആത്മീയതലത്തിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവസാനം ഭഗവാന്റെ അടുത്തേക്ക് പോകാനും നമുക്ക് സാധിക്കുന്നു. അത് മറന്നു പോകുമ്പോഴാണ് നമ്മളിവിടെ പെട്ടുപോകുന്നത്, ത്രിവിധ ക്ലേശങ്ങളിൽ പെട്ടുപോകുന്നത്. അതാണ് ഇവിടെ പറയുന്നത് 6-ാമത്തെ ശ്ലോകത്തിൽ. ഓക്കെ, ഒരു ശ്ലോകം കൂടെ നോക്കാം. ചെറിയ ഭാവാർത്ഥമാണ്. 7 ഭാവായനസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാത സുഹൃത്പതി പിതാ ത്വം സദ്ഗുരുർനാ പരമം ച ദൈവതം
യസ്യാനുവൃത്യാ കൃതിനോ ബഭൂവിന. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവായ നസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാ സുഹൃത്പതി പിതാ ത്വം സദ്ഗുരുർന പരമം ച ദൈവതം യസ്യാനുവൃത്യാ കൃതിനോ വിമാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവായ നസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാത സുഹൃത്പതി പിതാ ത്വം സദ്ഗുരുർ പരമം ച ദൈവതം യസ്യാനുവൃത്യാ കൃതിനോ ബഭൂവിമാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവായ നസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാത സുഹൃത്പതി പിതാ ത്വം സദ്ഗുരുർ പരമം ച ദൈവതം യസ്യാനുവൃത്യാ കൃതിനോ ബഭൂവിമാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭവായ നസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാത സുഹൃത്പതി പിതാ ത്വം സദ്ഗുരുർ പരമം ച ദൈവതം യസ്യാനുവൃത്യാ കൃതിനോ ബഭൂവിമാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭവായ നസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാ സുഹൃത്പതി പിതാ ത്വം സദ്ഗുരു പരമം ച ദൈവതം യസ്യാനുവൃത്യാ കൃതിനോ ബഭൂവിമാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവായ നസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മദാത സുഹൃത്പതി പിതാ ത്വം സദ്ഗുരുർ പരമം ച ദൈവതം യസ്യാനുവൃത്യാ കൃതിനോ ബഭൂവിമാ. ഹരേ കൃഷ്ണ. വിവർത്തനമായി കേട്ടു. ഹരേ കൃഷ്ണ. വിവർത്തനം. അല്ലയോ പ്രപഞ്ച സൃഷ്ടാവേ, അങ്ങ് ഞങ്ങളുടെ മാതാവും സുഹൃത്തും പിതാവും ആത്മീയ ഗുരുവും ആരാധ്യ ദേവനുമാകുന്നു. അങ്ങയുടെ കാലടികളെ പിന്തുടരുകയാൽ ഞങ്ങൾ എല്ലാ വിധത്തിലും വിജയികളായിത്തീരുന്നു. ആകയാൽ അങ്ങ് സദാ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാവാർത്ഥം. സർവാംശത്തിലും സന്നിഹിതനായ പരമദിവ്യോത്തമ പുരുഷൻ പ്രപഞ്ച സൃഷ്ടാവാകയാൽ എല്ലാ ജീവാത്മാക്കളുടെയും നന്മയ്ക്കായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ സദുപദേശം സദാത്മാക്കൾ അനുസരിക്കണമെന്നും ഭഗവാൻ നിർദ്ദേശിക്കുന്നു. അപ്രകാരം പ്രവർത്തിക്കയാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവർ വിജയികളായിത്തീരുന്നു. ഭഗവാൻ ഒഴികെ മറ്റേതെങ്കിലും ദേവനെയോ ദേവതയെയോ ആരാധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഭഗവാൻ സർവശക്തനാകുന്നു. മാത്രവുമല്ല, ഭഗവത് പാദപങ്കജങ്ങളിലുള്ള നമ്മുടെ വിധേയത്വത്താൽ ഭഗവാൻ സംതൃപ്തനാകുന്ന പക്ഷം നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിന്റെ വിജയപ്രദമായ നിർവഹണത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുവാൻ തക്ക സമർത്ഥനാണ് അദ്ദേഹം. ആത്മീയാസ്തിത്വം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ഭഗവാനുള്ള നമ്മുടെ ശ്വാസബന്ധത്തെ നൽകിയിരിക്കുന്ന ഒരു മനുഷ്യജന്മം. അദ്ദേഹവുമായുള്ള നമ്മുടെ ബന്ധം അനശ്വരമാകുന്നു. അതിനെ നശിപ്പിക്കാനോ ശിഥിലമാക്കാനോ സാധ്യമല്ല. കാലക്രമേണ ഇത് വിസ്മരിക്കപ്പെടാം. എന്നാൽ ഭഗവത് കൃപയാൽ എല്ലാ കാലങ്ങളിലും എല്ലാ ദേശങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഭഗവത് അനുശാസനങ്ങൾ നാം അനുവർത്തിക്കുന്ന പക്ഷം ഈ ബന്ധത്തെയും പുനരുദ്ധരിക്കാൻ നമുക്ക് സാധ്യമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ദ്വാരകാവാസികൾ സ്തുതിക്കുന്നു ഭഗവാനെ. പറയുന്നു, എന്താണ് പറയുന്നത്? ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങാണ്. വിശ്വഭാവന, അങ്ങാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങ് തന്നെയാണ് മാതാവ്, അങ്ങ് തന്നെയാണ് പിതാവ്, അങ്ങ് തന്നെയാണ് സദ്ഗുരു, അങ്ങ് തന്നെയാണ് എല്ലാത്തിൻ്റെയും മുകളിലുള്ളത്. പരമദിവ്യോത്തമ പുരുഷനാണ് അങ്ങ് തന്നെയാണ്. അപ്പോൾ അങ്ങയെ ആരാധിക്കുകയാണെങ്കിൽ വേറെ ദേവതമാരെ ആരാധിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അങ്ങയുടെ വചനങ്ങൾ, അങ്ങയുടെ പാത പിന്തുടരുന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നു, എല്ലാവിധ വിജയവും ഉണ്ടാവുന്നു അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഭഗവാനെ, ഓ കൃഷ്ണ, ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ദ്വാരകാവാസികൾ.
അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥന ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു. അതായത് ഭഗവാൻ സർവശക്തനാണ്, അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്, എല്ലാത്തിൻ്റെയും നിയന്ത്രാവ്, എല്ലാം നിയന്ത്രിക്കുന്നു അദ്ദേഹം തന്നെ. അപ്പോൾ അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ വേറെ ദേവീദേവ ആരാധനകൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാര്യം ഭഗവാനാണ് എല്ലാത്തിൻ്റെയും കൺട്രോളർ. എല്ലാ സർവ്വചരാചരങ്ങളും, അതിൽ ദേവീദേവന്മാരും എല്ലാവരും ഭഗവാന്റെ താഴെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആരാണോ ഭഗവാനെ ആരാധിക്കുന്നത് അവർക്ക് വേറെ ആരാധന ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അത് ഏത് ഭാവത്തിനുമേ ആയിക്കോട്ടെ. ഒരു പക്ഷേ ഭൗതികമായിട്ടുള്ള ആഗ്രഹം വെച്ചിട്ടായിരിക്കും ആരാധിക്കുന്നത്, ശരി, കുഴപ്പമില്ല. എന്നാൽ ചോദിക്കൂ, അച്ഛനോട് ചോദിക്കൂ, ചോദിക്കേണ്ട ആളോട് ചോദിക്കൂ, വേറെ ആളോട് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം എന്നാണ് ഭാഗവത്തിൽ പറയുന്നത്. അതായത് ആഗ്രഹങ്ങളില്ലാതെയോ, അകാമ സർവകാമോവ, ഇനി ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിക്കോട്ടെ, മോക്ഷകാമ, ഇനി ആർക്കെങ്കിലും ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. തീവ്രേണ ഭക്തിയോഗനെ, എന്തെങ്കിലും ആവട്ടെ, എന്താഗ്രഹം വേണമെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ ഭക്തിയോഗത്തിലൂടെ യജേത പുരുഷം പരം, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള കൃഷ്ണനെ ആരാധിക്കൂ, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. വെള്ളത്തിൽ നമ്മൾ ചെടിയുടെ കടയ്ക്കൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടിയിലെ ബ്രാഞ്ചസിനും പഴങ്ങൾക്കും ഇലകൾക്കും എല്ലാം കിട്ടുന്നു. മറ്റുള്ള ദേവീദേവന്മാരൊക്കെ അതുപോലെയാണ്. ഭഗവാൻ എന്ന് പറയുന്ന ഭഗവാനാണ് എല്ലാത്തിൻ്റെയും വേര്. അവരെല്ലാം അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. സോ അതാണ് പറയുന്നത്. അപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ടും ഭഗവാനെ നമ്മൾ അപ്രോച്ച് ചെയ്തോളൂ, കുഴപ്പമില്ല, ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കെല്ലാ തിരിച്ചറിവും ഉണ്ടാവും, പിന്നെ നമ്മളൊന്നും ആഗ്രഹിക്കില്ല ഭഗവാനിൽ നിന്ന്. എങ്ങനെയാണ് ധ്രുവ മഹാരാജാവ് പോയത്? ധ്രുവ മഹാരാജാവ് ഭൗതികമായിട്ടുള്ള, അല്ലെങ്കിൽ അച്ഛനേക്കാൾ, പോട്ടെ അച്ഛനല്ല, മുത്തശ്ശനേക്കാൾ വലിയ സാമ്രാജ്യം വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ബ്രഹ്മദേവനേക്കാൾ വലിയ സാമ്രാജ്യം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ധ്രുവ മഹാരാജാവ് പോകുന്നത്. ആ ഒരു ഭാവത്തിലാണ് അദ്ദേഹം ഭക്തി സേവനങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നതും. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള നാമം, 12 അക്ഷരമുള്ള നാമം, ഭഗവാന്റെ തിരുനാമം അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എങ്ങനെ ചെയ്യണമെന്നുള്ളത്. പക്ഷേ അദ്ദേഹം സ്വീകരിച്ചു, വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് അദ്ദേഹം ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തുടക്കത്തിൽ എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മുത്തശ്ശനേക്കാൾ വലിയ സാമ്രാജ്യം. അമ്മയോട് അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പ് മദറിനെ പറഞ്ഞ കാര്യം വിഷമമായി. അപ്പോൾ അവർക്ക് തിരിച്ച് പകരം ചോദിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെ മുമ്പിലും ആ ഒരു പൊസിഷൻ വേണം എന്നുള്ളൊരു, അതായത് വലിയ രാജ്യം വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നത്? അതിനുശേഷം ഭക്തി സേവനങ്ങൾ, ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ ആ രൂപത്തെ അദ്ദേഹം കാണുന്നു. പിന്നെ നേരിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. ഭഗവാനെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ധ്രുവ മഹാരാജന് ചോദിക്കാനൊന്നുമില്ല. ഭഗവാൻ ചോദിക്കുവാണ്, നീ എന്ത് വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ എന്തും തരാൻ തയ്യാറാണ്. ഓഹോ, ധ്രുവ മഹാരാജ് പറഞ്ഞു, എത്ര വിഡ്ഢിയാണ് ഞാൻ. സ്ഥാനാഭിലാഷി തപസി സ്ഥിതോഹം ത്വം പ്രാപ്തവാൻ ദേവ മുനീന്ദ്ര ഗുഹ്യം കാചൻ വിചിൻവൻ അഭിദിവ്യരത്നം സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാചേ. ഹരിഭക്തി സുധോദയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വരുന്നതാണ് ഈ ഒരു ശ്ലോകം. ധ്രുവ മഹാരാജ് പറയുന്നു, സ്ഥാനാഭിലാഷി, ഞാൻ വലിയ സ്ഥാനം ആഗ്രഹിച്ചു, ബ്രഹ്മാവിനേക്കാൾ വലിയ സ്ഥാനം. ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനാണ്. കാര്യം ബ്രഹ്മാവ് മുതുമുത്തശ്ശൻ, മുത്തശ്ശൻ സ്വയംഭൂമനു,
സ്വയംഭൂമനു ബ്രഹ്മാവിൻ്റെ മകൻ സ്വയംഭൂമനു, സ്വയംഭൂവൻ്റെ മകൻ ഉത്താനപാത, ഉത്താനപാതയുടെ മകനാണ് ധ്രുവ. ധ്രുവ മഹാരാജ് പറയുന്നു, സ്ഥാനം ഞാൻ ആഗ്രഹിച്ചു, സ്ഥാനാഭിലാഷി, സ്ഥാനം ആഗ്രഹിച്ചു, ഭൗതിക അതായത് ഏറ്റവും വലിയ സ്ഥാനത്ത് ഏറ്റവും വലിയ സാമ്രാജ്യം വേണമെന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാൻ തപസ്യ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് തപസ്യ ചെയ്തു അദ്ദേഹം. പക്ഷേ ഇപ്പോൾ അങ്ങേ എനിക്ക് ലഭിച്ചിരിക്കുന്നു, അങ്ങ് എൻ്റെ മുമ്പിൽ വന്നു, അങ്ങേ എനിക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങേ ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ മുനിമാർക്കും അല്ലെങ്കിൽ രാജാക്കന്മാർക്കും അല്ലെങ്കിൽ ദേവതമാർക്കും പോലും സാധിക്കാത്തതാണ്. അതാണ് പറയുന്നത്, ത്വം പ്രാപ്തവാൻ ദേവ മുനീന്ദ്ര ഗുഹ്യം. അവർക്ക് പോലും, ദേവന്മാർക്കും മുനികൾക്കും ആർക്കും പ്രാപ്തമാക്കാൻ സാധിക്കില്ല അങ്ങയെ. പക്ഷെ എനിക്ക് അങ്ങയെ ലഭിച്ചു ഇപ്പോൾ. അതിനുശേഷം അദ്ദേഹം പറയാണ്, ഓഹോഹോ, എത്ര വിഡ്ഢിയാണ് ഞാൻ, എത്ര വിഡ്ഢിയാണ്. കാച്ചം വിചിൻവൻ അഭിദിവ്യരത്നം. ഞാൻ വെറും കുപ്പിച്ചില്ലുകളായിരുന്നു തിരയുന്നുണ്ടായിരുന്നത്. വെറും കുപ്പിച്ചില്ലുകളാണ് ഞാൻ ചോദിച്ചത്. ഈ ദിവ്യരത്നമായിട്ടുള്ള അങ്ങേ എനിക്ക് കിട്ടിയപ്പോൾ ഇനി എനിക്ക് കുപ്പിച്ചില്ല എന്തിനാണ്? ഓഹോ, ഞാൻ എത്ര വിഡ്ഢിയാണല്ലോ, ഞാൻ വലിയ വിഡ്ഢിയാണ് എന്ന് പറയുവാണ് അദ്ദേഹം. അങ്ങേപ്പോലെ ദിവ്യമായിട്ടുള്ള രത്നം എനിക്ക് ലഭിച്ചു, പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് കുപ്പിച്ചില്ല്. കുപ്പിച്ചില്ലായിട്ട് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ സ്ഥാനം, ബ്രഹ്മാവിനേക്കാൾ വലിയ സ്ഥാനം. എന്നിട്ട് പറയുന്നു, സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാച്ചേ. എനിക്കിനിയൊന്നും വേണ്ട, ഓ ഭഗവാനെ, എനിക്കൊന്നും വേണ്ട. അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും വേണ്ട, അങ്ങേ മാത്രം മതി, അങ്ങ് മാത്രം മതി, വേറൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നു ധ്രുവ മഹാരാജാവ്. അതിനുശേഷം ഭഗവാൻ പറയുന്നു, ഓക്കെ അതൊക്കെ സംബന്ധിച്ചു നീ പേടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും നീ ആഗ്രഹിച്ചതല്ലേ, എന്നാലും നീ ആഗ്രഹിച്ചതാണ് സാമ്രാജ്യം, അതുകൊണ്ട് നീ അതും എടുത്തോളൂ. എന്നിട്ട് 36,000 വർഷം ഭരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ധ്രുവലോകം കൊടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു, അപ്പോഴും ധ്രുവമഹാരാജിന് വിഷമമായി. ധ്രുവമഹാരാജ് പറഞ്ഞു, ഓഹോ, എനിക്കിത് വേണ്ട, ഇത് കിട്ടിയാൽ ഞാൻ അങ്ങേ മറക്കും, എനിക്ക് വേണ്ട. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നീ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഭക്തനാണ്, നിന്റെ ഉള്ളിലുള്ള, നിന്റെ ഹൃദയത്തിലുള്ള ഭക്തി ഒരിക്കലും നഷ്ടപ്പെടില്ല, നീ പേടിക്കേണ്ട ആവശ്യമില്ല. അത് പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിന്നെപ്പോലെ രാജാവിനെ ആവശ്യമുണ്ട്, നീ ഭരിച്ചോളൂ 36,000 വർഷം ഭരിച്ച് അതിനുശേഷം നീ എൻ്റെ അടുത്തേക്ക് വരുന്നു, എൻ്റെ അടുത്തേക്ക് ലോകത്തിലേക്ക്, എൻ്റെ അടുത്ത് നീ വരുന്നു, ഞാൻ നിന്നെ കൊണ്ടുപോകും ധ്രുവലോകത്തിലേക്ക് അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പേടിക്കേണ്ട, നിനക്കൊന്നും നഷ്ടപ്പെടില്ല, ഒന്നും നഷ്ടപ്പെടില്ല. അങ്ങനെ പറഞ്ഞ് ഭഗവാൻ സമാധാനിപ്പിക്കുന്നു ധ്രുവ മഹാരാജാവിനെ. എന്നിട്ട് ഭഗവാൻ പോവും, അവിടെ നിന്ന് അപ്രത്യക്ഷനാവും. ധ്രുവ മഹാരാജാവ് തിരിച്ചു പോകുന്നു. 5 വയസ്സുള്ള ധ്രുവ മഹാരാജാവ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന, അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്ത്, പോയതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ചിന്ത ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ ഭഗവാനെ, എത്ര വിഡ്ഢിയാണ്. എത്രയോ ശ്ലോകങ്ങൾ ഉണ്ടെന്നറിയോ? 4-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ കാണാം, ധ്രുവ മഹാരാജാവ് വീണ്ടും വിഷമിക്കുകയാണ്. ഓഹോ, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനിത് ചോദിച്ചു, കുപ്പിച്ചില് ചോദിച്ചു, അല്ലെങ്കിൽ അത് ചോദിച്ചു, വെറും തുച്ഛമായിട്ടുള്ളത് ചോദിച്ചു, എത്ര വിഡ്ഢിയാണ്, എത്ര മോശക്കാരനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിഷമിക്കുന്നത്, റിഗ്രറ്റ് ചെയ്യുന്നത് ആയിട്ട് നമുക്ക് കാണാം. ഒരുപാട് ശ്ലോകങ്ങളിൽ പറയുന്നു. അപ്പോൾ ഭഗവാന്റെ ശുദ്ധഭക്തർ ഒരിക്കലും ഒന്നും ആഗ്രഹിക്കില്ല. അവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഭഗവാനെ സേവിക്കണം എന്നുള്ളത്. ഭൗതികമായിട്ടുള്ള ഒന്നും തന്നെ അവർ ആഗ്രഹിക്കുന്നില്ല. ഭഗവാൻ കൊടുക്കാൻ ഒരുപക്ഷെ തയ്യാറായിരിക്കും, പക്ഷെ അവരാരും ആഗ്രഹിക്കുന്നില്ല. അതാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഇവിടെ ദ്വാരകാവാസികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങയെ പിന്തുടരുന്ന എല്ലാവരും, അങ്ങയുടെ പാദങ്ങൾ പിന്തുടരുന്ന, അതായത് അങ്ങ് പറയുന്ന കാര്യങ്ങൾ, അങ്ങയുടെ ഉപദേശങ്ങൾ, അങ്ങ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും, അതേപോലെ തന്നെ അങ്ങയുടെ ശുദ്ധഭക്തര്, ഗുരു സാധു ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവിധ സക്സസ്സും ഉണ്ടാവും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും
എന്നാണ് പറയുന്നത്. സോ അതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ട കാര്യം, അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യം. ഗുരു സാധു ശാസ്ത്രം എന്താണോ പറയുന്നത് അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ വിജയവും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവും. ഗൗർ പ്രേമാനന്ദേ. ഹരേ കൃഷ്ണ. താങ്ക് യു. श्रीमद् भागवतम की जय. जगत गुरु शिला प्रभुपाद की जय. समवेद गौर भक्त वृंद की जय. ताय गौर प्रेमानंदे. थैंक यू. हरे कृष्णा.